പാലക്കാട് മൂലത്തറ ഡാം തുറന്നതിനാൽ വെള്ളത്തിനൊപ്പം കുഴവാളകളും ഇരച്ചെത്തിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പാലക്കാട് തിരുനെല്ലായി പാലത്തിന് സമീപമുള്ള നാട്ടുകാർ. ജലനിരപ്പ് ഉയരുമ്പോൾ കുളവാഴകൾ പാലത്തിന് മുകളിൽ എത്തുന്നത് ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നും കൂട്ടമായി കുളവാഴകൾ എത്തുന്നത് പാലത്തിന് ബലക്ഷയം ഉണ്ടാക്കുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പരാതി അറിയിച്ചിട്ടും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നടപടിയില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. പാലക്കാട് നഗരസഭയുടെയും കണ്ണാടി പഞ്ചായത്തിന്റെയും അതിർത്തിയാണ് തിരുനെല്ലായിലുള്ള ഈ പാലം. പാലത്തിന് ബലക്ഷ്യമുണ്ടെന്ന് പരാതികൾ ഉയരുന്നതിനിടയിലാണ് കൂട്ടമായി എത്തുന്ന കുളവാഴകളും നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. മൂലത്തറ റെഗുലേറ്റർ തുറന്നതോടെ ജലനിരപ്പ് ഉയർന്നതിനാൽ കുളവാഴകൾ പാലത്തിനൊപ്പം എത്തി. കൂടുതൽ ജലമെത്തിയാൽ ഈ കുളവാഴകൾ മുഴുവൻ പാലത്തിനു മുകളിലെത്തും. പിന്നെ പാലത്തിലൂടെ നടക്കാൻ പോലും സാധിക്കില്ല. ഇത് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം ചെയ്യേണ്ട പണിയാണ്. ഇത് മുനിസിപ്പാലിറ്റിന്റെയും പഞ്ചായത്തിന്റെയും ബോർഡർ ആയതുകൊണ്ട് അത് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് ആളിയാർ ഡാം തുറന്നെന്ന് അറിയാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആളിയാർ ഡാം തുറന്ന സ്ഥിതിക്ക് ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എല്ലാ ചണ്ടിയും വന്ന് ഇവിടെ അടഞ്ഞു കഴിഞ്ഞ വെള്ളം പാലം കവിയുന്ന സാഹചര്യപ്പെട്ടുള്ളത്. ജില്ലാ ഭരണകൂടമാണ് കുളവാഴകൾ നീക്കാനുള്ള പ്രവൃത്തി ചെയ്യേണ്ടത്. യഥാസമയം കുളവാഴകൾ എടുത്തു മാറ്റാത്തതിനാൽ കഴിഞ്ഞ വർഷങ്ങളിൽ സമരം നടത്തിയ നാട്ടുകാർ ഇപ്പോഴും ജാമ്യത്തിലാണ്. ഓരോ വർഷം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റോട്ടിൽ നിന്ന് സമരം ചെയ്തിട്ട് SI വന്ന് പിടിച്ച് ഞങ്ങളെയൊക്കെ കൊണ്ട് റിമാൻഡ് അറസ്റ്റ് ചെയ്ത് വീണ്ടും പിന്നെ ജാമ്യത്തിൽ ഇറങ്ങൽ. അങ്ങനെ അതിനിവിടെ തന്നെ മുന്നിൽ തന്നെ നിയമപരമായിട്ട് അതൊന്ന് മാറ്റി തന്നാൽ നമുക്ക് വളരെ ഒരു ഉപകാരമാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് വെള്ളം വരും. ആളിയാർ ഡാം തുറന്നു, ഒരു 1-2 മണിക്കൂർ കൊണ്ട് വെള്ളം കവിയും, റോഡ് തടസ്സപ്പെടും. പ്രത്യേകിച്ച് വെള്ളം കംപ്ലീറ്റും എനിക്ക് വരിക. ഇതേ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ പരിപാടി. റിപ്പോർട്ടർ പാലക്കാട്.